ത്രീമെൻ ആർമി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂട്ടാൻ ഒരു വശത്ത് ഷോൺ ജോർജ്, ഇതിനിടയിൽ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ സാബു ജേക്കബ് കൂടി കളത്തിലിറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ഏത് ആറ്റം ബോംബ് പൊട്ടുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി 100 കോടി വാങ്ങിയെന്നും മകളെ സംശയനിഴലിൽ നിർത്താതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ ഒരു വശത്തുണ്ട്. ഷോൺ ജോർജ് ആണെങ്കിൽ ഹൈക്കോടതിയിൽ അതിശക്തമായി മാസപ്പടി വിഷയത്തിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. KSIDCയെ CMRL ഇരുട്ടിൽ നിർത്തിയോ എന്ന ചോദ്യവുമായി ഹൈക്കോടതിയും രംഗത്തുണ്ട്. കർത്താക്ക് ഭൂപരിധി ഇളവിന് മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇതിനിടയിലാണ് സാബു ജേക്കബ് പറയുന്നത് കയ്യിലുള്ളത് ആറ്റം ബോംബ്, മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്കുള്ളിൽ ജയിലിലാക്കുമെന്ന്. ഏതായാലും സാബുവിന്റെ വെല്ലുവിളി വെറും വിരട്ടലാണെന്നും കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സാബുവിനെതിരെ CPM രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ MLA നിരന്തരം രംഗത്ത് വരികയാണ്. മുഖ്യമന്ത്രി CMRL കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസ്സാര വിലയ്ക്ക് നൽകിയെന്നുമാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. 40,000 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു. സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി. CMRL ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല. വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റ വരിയിൽ മാത്രമാണ്: മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ. മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും വീണ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. 100 കോടിയോളം രൂപ വാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 135 കോടിയുടെ സിംഹഭാഗവും നൽകിയത് PVക്കാണെന്ന പരാമർശത്തിലെ PV പിണറായി വിജയനാണെന്നും കുഴൽനാടൻ ആരോപിച്ചു. തന്റെ ആരോപണങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും MP രാജേഷും P രാജീവും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം ചോദിച്ചു. CMRL 60 ഏക്കർ വാങ്ങിയതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പിന്റെ പരിധിയിലുള്ള കാര്യത്തിൽ ഭൂപരിധി ചട്ടത്തിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതി CMRL കമ്പനിക്ക് സർക്കാർ നൽകിയത് കമ്പനി വീണ വിജയന് 1.25 കോടി രൂപ മാസപ്പടിയായി നൽകിയതിന് പകരമാണെന്ന ആരോപണങ്ങളുടെ തുടർച്ചയായിട്ടാണ് മാത്യു കുഴൽനാടൻ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നത്. ശശിധരൻ കർത്തായുടെ കേരള റയർ എർട്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന്റെ ആലപ്പുഴയിലെ മിനറൽ കോംപ്ലക്സ് പദ്ധതിക്കായി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട് ഇടപെട്ടെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. കർത്തായുടെ ഉടമസ്ഥതയിലുള്ള 60 ഏക്കറിൽ 51 ഏക്കറിന് ഇളവ് നൽകാൻ ആലപ്പുഴ കളക്ടർ അധ്യക്ഷനും KSIDC MD അംഗവുമായുള്ള ജില്ലാതല സമിതി 2022 ജൂണിൽ ശുപാർശ ചെയ്തിരുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മൂലമാണെന്നാണ് ആരോപണം. എന്നാൽ ഭൂപരിധി ലംഘിച്ചതിന് ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് തുടങ്ങിവെച്ച കേസ് കാർത്തികപ്പള്ളി താലൂക്ക് ലാൻഡ് ബോർഡിന് മുൻപിൽ ഉണ്ടായതിനാൽ മാത്രം 2023 ഏപ്രിലിൽ റവന്യൂ വകുപ്പ് ശുപാർശ നിരസിക്കുകയായിരുന്നു. കുഴൽനാടൻ നാൾവഴികൾ നിരത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ആരോപിച്ചതും. ഇതിനിടെ അതിശക്തമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിന് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നോമിനി ഡയറക്ടർ ഉണ്ടായിട്ടും KSIDCയെ CMRL ഇരുട്ടിൽ നിർത്തിയോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗുരുതര തട്ടിപ്പിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വരും വരെ CMRLന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് KSIDC ഒന്നും അറിഞ്ഞില്ലെന്നത് വിശദീകരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. 135 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് ആരോപണം. 13% ഓഹരി പങ്കാളിത്തമുള്ള KSIDCയുടെ പണവും അതിലില്ലേ? പൊതുജനങ്ങളുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ കമ്പനിയാണ് KSIDC. സാധാരണഗതിയിൽ KSIDC പോലുള്ള കമ്പനി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു. സർക്കാർ കമ്പനിക്ക് ഒന്നും മറച്ചുവെക്കാൻ ഉണ്ടാകരുതെന്നും കോടതി പറഞ്ഞു. ഒന്നും മറച്ചുവെക്കാനാകില്ലെന്നും ബാങ്കുകളിൽ നിന്നും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് തേടുമ്പോൾ വിശ്വാസ്യതയെ അന്വേഷണം ബാധിക്കുമെന്നതിനാലാണ് എതിർക്കുന്നതെന്നും KSIDC അറിയിച്ചു. CMRL എക്സാലോജിക് ഇടപാട് അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ല. വാദങ്ങൾക്ക് മറുപടി നൽകാൻ SFIക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സമയം തേടിയതിനാൽ ഹർജി 12-ന് പരിഗണിക്കാൻ മാറ്റി. കേസിൽ കക്ഷി ചേരാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയെ KSIDC എതിർത്തു. ഹർജിയിൽ പൊതു താൽപര്യമില്ലെന്നും പബ്ലിസിറ്റി താൽപര്യമാണ് ഉള്ളതെന്നുമായിരുന്നു വാദം. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പുത്രി വീണയെ ജയിലിനകത്താകാനുള്ള കുറ്റകൃത്യം ചെയ്തതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2020 പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററും കിറ്റക്സ് ഗ്രൂപ്പ് MDയുമായ സാബു ജേക്കബ് പരസ്യമായി രംഗത്ത് വന്നു. കഴിഞ്ഞ 5 വർഷമായി പിണറായി വിജയൻ വിദേശത്ത് പോയപ്പോഴെല്ലാം കൂടെ താനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരിപാടികളെല്ലാം അറിയാം. US-ലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പോയപ്പോൾ 32 ദിവസവും ഒരു പുത്രനെ പോലെ ശുശ്രൂഷിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. വെല്ലുവിളിക്ക് ബലം നൽകാൻ സാബു ഈ തെളിവുകളാണ് പറഞ്ഞത്.
അതേസമയം കിറ്റക്സ് സാബുവിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വെല്ലുവിളി മാത്രമായി ഇതിനെ കാണാനാവില്ല. വിരട്ടലും വിലപേശലുമാണിതെന്നും ഗുരുതര കുറ്റകൃത്യത്തിൽ സാബുവിനുള്ള പരോക്ഷ പങ്കാളിത്തം വ്യക്തമാക്കൽ കൂടിയാണിതെന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വീണയ്ക്കെതിരായ ഗുരുതര കേസിൽ വീണയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുകയാണ്. അതിനിടയിലാണ് വീണയെ അകത്താക്കാൻ ആവശ്യമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് സാബു പറയുന്നത്. തെളിവുകൾ വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിക്കുമെന്നാണ് സാബുവിന്റെ വാക്കുകളുടെ പൊരുൾ. കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് നൽകുകയാണ് രാഷ്ട്രീയ നേതാവ് കൂടിയായ സാബു ചെയ്യേണ്ടത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു. വീണയെ അകത്താക്കാനും തന്റെ കൈവശം സാബു ഉണ്ടെന്ന് പറയുന്ന ആറ്റം ബോംബ് എന്താണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ വിവരം ചോർത്തിയതിന്റെ വിവാദമായ സ്പ്രിംഗ്ലർ കമ്പനിയുമായി വീണ നടത്തിയതിന്റെ കൂടുതൽ തെളിവുകളാണോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. ഏതായാലും സാബുവിന്റെ വെല്ലുവിളി അദ്ദേഹത്തെ വെട്ടിലാക്കുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതായാലും ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാവുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്.